രണ്ടാം ദിവസം രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായി ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനായി ഇറങ്ങി. മുക്സേൽ ബീച്ചാണ് ഞങ്ങളുടെ ലക്ഷ്യം. മുക്സേൽ ബീച്ചിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് വശങ്ങളിലും പുൽമേടുകളിൽ മേയുന്ന ഒട്ടകക്കൂട്ടങ്ങളെ കാണാം. അത് ഒന്നും രണ്ടും ഒട്ടകമൊന്നും അല്ല കേട്ടോ, 100 കണക്കിന് ഒട്ടകങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ മുക്സേൽ ബീച്ചിൻ്റെ എക്സ്റ്റൻഷനിലെത്തി. ഉയർന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ ബീച്ച് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെ തഴുകി കടന്നു പോകുന്ന ഒരു തണുപ്പുള്ള കാറ്റും ഒക്കെ കൂടി മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരു അനുഭവമായിരുന്നു. അടുത്തതായി ഞങ്ങൾ ആൻറ്റി ഗ്രാവിറ്റി പോയിന്റാണ് വിസിറ്റ് ചെയ്തത്. പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെ എന്ന് വേണം പറയാൻ. അതിൻ്റെ പുറകിലുള്ള സയൻസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു സ്ലോപ്പ് ഏറിയാണ്. വണ്ടി ന്യൂട്രൽ ഗിയറിലിട്ട് ഡ്രൈവർ ഇല്ലാതെ തന്നെ വണ്ടി കയറ്റം കയറിപ്പോകുന്ന ഒരു അത്ഭുത കാഴ്ച കാണാം. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ജബൽ അൽ സംഹൈനിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴികളിൽ പുൽത്തകിടികൾ നിറയെ ലാവണ്ടർ കളർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നയന മനോഹരമായ കാഴ്ചയാണ്. ഒരു സ്റ്റണ്ണിങ് വ്യൂ തന്നെയാണത്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഐൻ റസാദ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നല്ല ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. അതിൽ നിറച്ച് മീനുകളാണ് കേട്ടോ. കുട്ടികൾ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. വെള്ളത്തിൽ കാലിട്ട് കളിച്ചും പാറകളിൽ കൂടി ചാടി അപ്പുറത്ത് അടുത്ത സൈഡിലേക്ക് ക്രോസ് ചെയ്തു പോയും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. പക്ഷേ ഇവിടെയൊക്കെയും കൊതുകുകളുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്ത് ഞങ്ങൾ പോയത് വാദി ദർബാത്തിലേക്കാണ്. പോകുന്ന വഴിയിലെ കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതുപോലെയാണ്. നല്ല താഴ്വാരകൾ നിറച്ച് പുൽത്തകിടികളും പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. വാദി ദർബാത്തിലും നല്ല പ്രകൃതി മനോഹരമായ, എങ്ങനെയാണ് ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കണ്ട് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് തിരിച്ചു പോരാൻ തോന്നുകയില്ല. പക്ഷേ കൊതുകുകളുടെ ശല്യം കാരണം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോരണമെന്ന് തോന്നുകയും ചെയ്യും. അവിടെ വാദി ദർബാത്തിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. നല്ല പച്ച കളർ, പച്ചയാണോ നീലയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇത് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു പ്ലേ ഗ്രൗണ്ട് കണ്ടു. അവിടെ കുട്ടികളുടെ കുറേ കളിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ കുട്ടികളാണോ വലിയവരേതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, അതുപോലെ ശരിക്കും ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. സൈക്കിളും അങ്ങനെ കുറേ എന്തൊക്കെയോ പ്ലേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. അവിടെ ശരിക്കും നല്ല എന്താ പറയുന്നത്, എല്ലാം മറന്ന് കളിച്ച ഒരു സ്ഥലമാണത്. ആ താഴ്വാരകളിൽ കൂടെ നിൽക്കുന്നത്. അങ്ങനെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകിയ രണ്ടാം ദിവസം ഇവിടെ അവസാനിച്ചു. താങ്ക് യു.